വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം ആവർത്തന പുസ്തകം 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 34 വാക്യം. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. യാക്കോബിൻ്റെയും ലേയായുടെയും മൂന്നാമത്തെ പുത്രനാണ് ലേവി. പറ്റിച്ചേരുക എന്ന അർത്ഥമാണ് ലേവി എന്ന പേരിന് ഉള്ളത്. ലേവിയ ഗോത്ര തലവനും ആയിരുന്നു ഇദ്ദേഹം. രൂബേൻ, ശിമയോൻ, യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ എന്നിവരോടൊപ്പം തന്നെ 6 ഗോത്രങ്ങളുടെയും വിശാല സഖ്യവും ലേവിയ ഗോത്രത്തിന് ഉണ്ടായിരുന്നു. ആരംഭത്തിൽ ലേവിയ ഗോത്രം പ്രത്യേകമായിരുന്നെങ്കിലും പുരോഹിത ഗണമായി അംഗീകരിച്ചതിനാൽ ഇവർക്ക് കനാനിൽ ഗോത്ര അവകാശം ലഭിക്കുന്നില്ല എന്ന് കാണുന്നു. യോശുവയുടെ പുസ്തകം 18 അധ്യായം 7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഇല്ലല്ലോ, യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശം ആകുന്നു എന്ന്. എന്നാൽ ലേവ്യ പുരോഹിതന്മാരെയെല്ലാം ലേവ്യ ഗോത്രക്കാരായി പരിഗണിച്ചു. അത് നമുക്ക് ആവർത്തന പുസ്തകം 18 അധ്യായം 1 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും: ലേവ്യരായ പുരോഹിതന്മാർക്കും ലേവി ഗോത്രത്തിനും ഇസ്രായേലിനോടുകൂടെ ഓഹരിയും അവകാശവും ഉണ്ടാകരുത്. ലേവിയെക്കുറിച്ച് പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, സഹോദരിയായ ദീനായോട് വഷളത്വം പ്രവർത്തിച്ചതിനാൽ പ്രതികാരം ചെയ്യുവാൻ ലേവി ശിമയോനോടൊപ്പം കൂടുന്നു. അതിനാൽ യാക്കോബ് അവരുടെ മേൽ അനുഗ്രഹത്തിന് പകരം അവരെ ശപിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ലേവിയുടെ പിൻഗാമികളെയും പുരോഹിതന്മാർക്ക് താഴെയായി വിശുദ്ധ സ്ഥലത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലേവി ഗോത്രത്തിൽ നിന്ന് വേർതിരിച്ചവരെയും ആണ് ലേവിയർ എന്ന് വിളിച്ചിരുന്നത്. മോശയും അഹരോനും ലേവി ഗോത്രക്കാരായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് ലേവി ഗോത്രത്തിൻ്റെ വൈശിഷ്ട്യത്തിനു തന്നെ കാരണമായിട്ട് തീരുന്നുണ്ട്. ലേവിയുടെ 3 പുത്രന്മാരിൽ നിന്ന് ഉത്ഭവിച്ച ലേവ്യർ 3 ഗണമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ഗേർശോന്യർ, കെഹാത്യർ, മെരാര്യർ. ഇവരുടെ എല്ലാം പ്രഭുവും മേൽവിചാരകനും ആയിരുന്നത് പുരോഹിതനായ എലയാസാർ ആയിരുന്നു. ഈ എലയാസാർ പുരോഹിതനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ആകുന്നു. കനാനിൽ മറ്റ് ഗോത്രങ്ങളോടൊപ്പം ലേവി ഗോത്രത്തിന് അവകാശം ലഭിക്കുന്നില്ല. എന്നാൽ ഇവർക്ക് പാർപ്പിടത്തിനുള്ള പട്ടണങ്ങളും അതിനു ചുറ്റുമായി കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും അവകാശമായിട്ട് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, 6 സങ്കേത നഗരങ്ങൾ ഉൾപ്പെടെ 48 പട്ടണങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളുമാണ് ലേവ്യർക്കായിട്ട് വേർതിരിച്ച് നൽകുന്നത്. എന്നാൽ ലേവ്യരുടെ അവകാശം യഹോവ ആയിരുന്നു, യഹോവയാണ് അവരുടെ അവകാശവും ഓഹരിയും. അത് നമുക്ക് സംഖ്യാപുസ്തകം 18:20 ആവർത്തന പുസ്തകം 10 അധ്യായം 9 വാക്യത്തിലും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. യഹോവയ്ക്കുള്ള ദശാംശവും ലേവ്യർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനായി മാത്രം വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ജനസമൂഹമായിരുന്നു ഈ ലേവി ഗോത്രക്കാര്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് പഴയ നിയമത്തിൽ ഒരു ഗോത്രക്കാർക്ക് മാത്രം പൗരോഹിത്യം നൽകുന്നു എന്നതാണ്. എന്നാൽ പ്രിയ ദൈവജനമേ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവജനം ഏവരും പുരോഹിത വർഗം ആകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1 പത്രോസ് 2 അധ്യായം 9 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന്. അങ്ങനെയെങ്കിൽ നാമും ഈ പുരോഹിത വർഗത്തിൽ ഉൾപ്പെട്ടവരാണ്. അങ്ങനെ രാജകീയ പുരോഹിത വർഗമായിട്ട് തീർന്നിരിക്കുന്ന നാം നമ്മുടെ ജീവിതം ദൈവത്തിന് അനുയോജ്യമായി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമായി ഞങ്ങളെ വേർതിരിച്ചിരിക്കുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.